ശ്രദ്ധിക്കുക, ഒരു എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ പോലെ ഒരു ചോദ്യം 352.8 ഹരിക്കണം 17.64 ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്കറിയാം എങ്ങനെയാണ് ചെയ്യാം. നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഒരു മെത്തേഡ്, ഇവിടെ എത്ര ഡെസിമൽ ഉണ്ട് എന്ന് നോക്കും. ഇവിടെ 1 ഡെസിമൽ കാണാം. ഇവിടെ എത്ര ഡെസിമൽ ഉണ്ട്? ഇവിടെ 2 ഡെസിമൽ ഉണ്ട് അല്ലേ. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഹരണം നടത്തുമ്പോൾ ഡെസിമൽ കുറയ്ക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് 1-ൽ നിന്ന് 2 കുറക്കണം. ഈ സമയത്ത് 1-ൽ നിന്ന് 2 കുറക്കുന്ന കാര്യം നമ്മൾ പഠിക്കുന്നില്ല. അത് 7ാം ക്ലാസ്സിൽ 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ, അതായത് ഇവിടെ ആദ്യം 1 ഡെസിമലും പിന്നെയുള്ളതിൽ 2 ഡെസിമലും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡെസിമലും വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഈ ഭാഗത്ത് ഹരിക്കുന്ന നമ്പറിൽ ഡെസിമൽ കുറവും ഏതിനെ കൊണ്ടാണോ ഹരിക്കുന്നത് അതിൽ ഡെസിമൽ കൂടുതലുമാണെങ്കിൽ ഈ രീതിയിൽ ഡെസിമലിനെ കുറക്കാൻ നിൽക്കേണ്ട, അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പം അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നേരെ ഫ്രാക്ഷണൽ ഫോമിലോട്ടേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആൻസർ ചെയ്താൽ മതി. അപ്പം 352.8ൻ്റെ ഫ്രാക്ഷണൽ ഫോം എന്താണ്? 3528 ഡിവൈഡഡ് ബൈ 10 ആണ് അല്ലേ. ഡിവൈഡഡ് ബൈ ഇവിടെയോ 17.64ൻ്റെ ഫ്രാക്ഷണൽ ഫോം എന്താണ്? 1764 ഡിവൈഡഡ് ബൈ, ഇവിടെ 2 ഡെസിമൽ ഉണ്ടല്ലോ, അപ്പോൾ ഡിവൈഡഡ് ബൈ 100. ഇനി ഈ രീതിയിൽ ചെയ്താൽ മതി. ഈക്വൽ ടു, നമുക്കറിയാം 2 ഫ്രാക്ഷൻസിനെ ഹരിക്കുമ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എന്ത് കിട്ടും? 3528 ഡിവൈഡഡ് ബൈ 10 ഹോൾ ഡിവൈഡഡ് ബൈ 1764 ഡിവൈഡഡ് ബൈ 100. 2 ഫ്രാക്ഷൻ ആണല്ലോ, ഇവിടെ ഒരു ഫ്രാക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ഫ്രാക്ഷൻ ഉണ്ട്. അപ്പോൾ 2 ഫ്രാക്ഷനെ ഹരിക്കുമ്പോൾ എന്താ ചെയ്യാം? റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക ചെയ്യാം. 3528 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു ഈ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ 1764/100ൻ്റെ റെസിപ്രോക്കൽ എന്താണ്? 100 ഡിവൈഡഡ് ബൈ 1764. ക്ലിയർ ആണല്ലോ മക്കളെ? ഈക്വൽ ടു, നിങ്ങൾ ഇവിടെ നോക്കിയേ, എന്താ ഉത്തരം കിട്ടുക? 0 ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ 0 ക്യാൻസൽ ചെയ്യുക. ഇവിടുത്തെ 0യും ഇവിടുത്തെ 0യും ക്യാൻസൽ ചെയ്തു. പിന്നെയുള്ളത് എന്താണ്? നിങ്ങൾ നോക്കിയേ, 3528 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ, ഇവിടെ പിന്നെ 1 മാത്രമല്ലല്ലോ, അത് നോക്കണ്ട, താഴെ 1764 എന്നുള്ള ആൻസർ കിട്ടും. അതായത് ചെയ്ത് വരുമ്പോൾ 3528നെ 1764 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 2 എന്ന് കിട്ടും. നിങ്ങൾ സൈഡിൽ ഹരിച്ചു നോക്കിയാൽ മതി. 3528 ഡിവൈഡഡ് ബൈ അല്ലേ, ഡിവൈഡഡ് ബൈ 1764 ചെയ്താൽ ആൻസർ 2 എന്നാണ് കിട്ടുക. 3528 വരും, റിമൈൻഡർ 0 വരും. അത് പോട്ടെ, ഇവിടെ ഒരു 2 ഉണ്ട്. 2 ഇൻറ്റു 10, 2 ഇൻറ്റു 10 എത്ര ആൻസർ വരിക? 20 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. ഇത്തരത്തിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ, അതായത് ഈ ഡെസിമൽ നമ്പേഴ്സ് ആദ്യം ഹരിക്കുന്ന നമ്പറിൽ ഡെസിമൽ നമ്പർ അല്ലെങ്കിൽ ഡെസിമൽസിൻ്റെ എണ്ണം കുറവും രണ്ടാമത് വരുന്നതിൽ ഡെസിമൽസിൻ്റെ എണ്ണം കൂടുതലുമാണെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ വേറൊന്നും നോക്കണ്ട, നേരെ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഡെസിമൽ ഫോം എടുത്തിട്ട്, ഫ്രാക്ഷണൽ ഫോം, ഡെസിമൽ ഫോമിൽ ആ ഡെസിമലിനെ ഫ്രാക്ഷണൽ ഫോം എടുത്തിട്ട് ഹരിക്കാം. എന്നിട്ട് ഇവിടെ ചെയ്ത പോലെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കാം. ആ രീതിയിലേക്ക് പ്രോബ്ലത്തെ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.